ഏത് സാഹചര്യത്തിലും, ഏത് അവസ്ഥയിലും, ഏത് സ്ഥിതിയിലും കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം അതൊരിക്കലും ചതിക്കത്തില്ല. ആ വിശ്വാസത്തിൻ്റെ മേഖലകളിൽ അത്ഭുതങ്ങൾ കാത്തു നിൽക്കുന്നു. ആ വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. ഇന്ന് പരിശുദ്ധാത്മാവ് ആഴും ശക്തമായി ഇടപെടുന്ന ദൂത് വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ, വിശ്വാസത്തിൽ ജീവിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുണ്ട്. ഇന്ന് വ്യക്തതയോടെ സ്വർഗ്ഗം അത് വെളിപ്പെടുത്തുക. മർക്കോസിൻ്റെ സുവിശേഷം 5 അധ്യായം 34 അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. നമുക്ക് വളരെ സുപരിചിതമായൊരു തിരുവെഴുത്ത. 12 വർഷം അനുഭവിച്ച കഷ്ടത, 12 വർഷം യാതൊരു വിടുതലുമില്ലാത്ത വിഷയം, 12 വർഷം ഞെരുക്കത്തിൻ്റെ ബാധകൾ എല്ലാം ജീവിതത്തിൽ അസ്തമിച്ചു. ഇനി ഭാവിയില്ല, ഇനി ജീവിതമില്ല, ഇനി നന്മകളില്ല, ഇനി അനുഗ്രഹങ്ങളില്ല, സമാധാനമില്ല, ഇനി സന്തോഷമില്ല, ഇനി വാഗ്ദത്തങ്ങളില്ല. ജീവിതത്തിൻ്റെ തലങ്ങളിൽ മുഴുവൻ മേഖലയും ഇപ്രകാരം ശൂന്യതയുടെ തലങ്ങളിൽ നിൽക്കുന്ന ഒരു വ്യക്തി. സകലതും അസ്തമിച്ചിട്ടും ഇവിടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിലെ വിശ്വാസം അത് ഒരിക്കലും ക്ഷീണിക്കുന്നില്ല. ആ വിശ്വാസം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ഏതെങ്കിലും ഒരു വഴി എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമെന്നുള്ളൊരു പ്രത്യാശ ആ തകർച്ചയുടെ ആ സ്ഥിതിയിലും അവരുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ആയിരിക്കുമ്പോൾ യേശു കർത്താവിനെ കുറിച്ചുള്ള വാർത്ത കേൾക്കുക. അത് അവളുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചത്തിന് കാരണമായി തീരുന്നു. അവൾ തന്നെ പറയുന്നു, ഞാൻ രക്ഷപ്പെടും. അവളുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാ, ഞാൻ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടും. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് ദൈവത്തിൻ്റെ ദൂത് കൈമാറുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശു കർത്താവ് അവളെ നോക്കി പറയുമ്പോൾ അവളുടെ വിശ്വാസത്തെ കർത്താവ് ചൂണ്ടിക്കാണിക്കുക. അവളുടെ വിശ്വാസത്തെ വലുതാക്കി കാണിച്ചുകൊണ്ട് ആ വിശ്വാസം അവളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു, വിടുതലിലേക്ക് കൊണ്ടുവന്നു, സൗഖ്യത്തിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് ആഴും ശക്തമായി ഇടപെടുന്ന ദൂത് ഇന്ന് വിശ്വസിക്കുന്നത് ജീവിതത്തിൽ നടക്കാൻ പോവുക, വിശ്വസിക്കുന്നത് ജീവിതത്തിൽ നടകൊള്ളാൻ പോവുക, വിശ്വസിക്കുന്നത് സംഭവിക്കാൻ പോവുക, വിശ്വസിക്കുന്നത് അത്ഭുതമായി മാറാൻ പോവുക, വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ അത്ഭുതമായ ഭുജം ആ വിഷയത്തിൽ ചലിച്ചിരിക്കും. ഇന്ന് ദൂത് ആഴത്തിൽ ഏറ്റെടുക്കട്ടെ. വിശ്വസിച്ചത് ഈ ദിവസങ്ങളിൽ ഞാൻ കാണാൻ പോവുക. മാർത്തിയോട് കർത്താവ് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ കാണുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പറയുന്നത്, നീ വിശ്വസിച്ചത് നിൻ്റെ ജീവിതത്തിൽ രക്ഷയായി തീർന്നിരിക്കുക, വിടുതലായി തീർന്നിരിക്കുക. ദൈവത്തിൻ്റെ വൈതലെ വിശ്വസിച്ചിരിക്കുകയല്ലേ, കർത്താവിനെ വിശ്വസിച്ചിരിക്കുകയല്ലേ. ഈ സ്ഥിതി ശൂന്യമായിരിക്കുക, ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരിക്കുക, ഒത്തിരി വിഷയങ്ങളുണ്ടായിരിക്കുക, നടക്കാത്ത കാര്യങ്ങൾ, മാനുഷികമായി ചലിക്കാത്ത വിഷയങ്ങളുടെ നടുവിൽ ആയിരിക്കുന്ന ദൈവമക്കളോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ദൂത അവിടെ ഹൃദയത്തിൻ്റെ തലങ്ങളിൽ വിശ്വാസത്തോടെ ഇന്നും പ്രാർത്ഥിക്കുന്നു, ഇന്നും ഉപവസിക്കുന്നു, ഇന്നും കണ്ണുനീരൊഴുക്കുന്നു, ഇന്നും കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദൂത വിശ്വാസം നിന്നെ രക്ഷിക്കും. വിശ്വാസം ഒരിക്കലും ദൈവത്തിൻ്റെ വൈതലെ ലജ്ജിപ്പിക്കത്തില്ല. വിശ്വാസം ഒരിക്കലും തകർന്നു പോകുവാൻ സമ്മതിക്കത്തില്ല. വിശ്വാസം ഒരിക്കലും പരാജയപ്പെട്ടു പോകാൻ സമ്മതിക്കത്തില്ല. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം തലമുറയെ രക്ഷിക്കും, തലമുറയെ വിടുവിക്കും, കുടുംബത്തെ ഉയർത്തും. ഇന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. വിശ്വസിക്കുന്ന ആ ജോലി ലഭിക്കും, വിശ്വസിക്കുന്ന ആ രാജ്യം ലഭിക്കും, വിശ്വസിക്കുന്ന ആ വാഗ്ദത്തം നടക്കും. വിശ്വസിക്കുന്ന മേഖലകളിൽ ദൈവത്തിൻ്റെ അത്ഭുത ഭുജം ഇതാ ചലിക്കും.
പ്രാപിക്കാൻ പോകുക. വിശ്വസിച്ചത് സംഭവിക്കുന്ന സമയമാകുക. വിശ്വസിച്ചത് കാണുന്ന സമയമാകാൻ പോവുക. വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ കർത്താവ് പറഞ്ഞു, നീ സമാധാനത്തോടെ പോവുക, നീ സ്വസ്ഥയായിരിക്കുക. ദൈവത്തിൻ്റെ പൈതലേ, ഈ വിശ്വാസത്തിൽ വാഗ്ദത്തങ്ങളുടെ നിവർത്തി തന്ന് സമാധാനവും സ്വസ്ഥതയും ദൈവം കൽപ്പിക്കും. എന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാകും, എന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയുണ്ടാകും. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആ വിഷയത്തെ ചൊല്ലി ഇന്ന് സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുക, സമാധാനം നഷ്ടപ്പെട്ടിരിക്കുക. ദൈവത്തിൻ്റെ പൈതലേ, ആ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ ഉറച്ചു നിന്നോ ദൈവസന്നിധിയിൽ. അവിടെ അത് മഹത്വമായി മാറും, അത് വിടുതലായി മാറും, ദൈവപ്രവൃത്തിയായി മാറും. വചനം പറയുന്നു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. രക്ഷിക്കുന്ന, വിടുവിക്കുന്ന, അനുഗ്രഹിക്കുന്ന വിശ്വാസമാണ് ഒരു ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ളത്. പരാജയപ്പെട്ടു പോവുകയല്ല, തകർന്നു പോകുകയല്ല, വിടുവിക്കുന്നതും രക്ഷിക്കുന്ന കരവ അതിനകത്ത് വെളിപ്പെട്ടു വരാൻ പോകുന്നു. ദൂത് വിശ്വസിക്കട്ടെ. കർത്താവ് സഹായിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, വചനം കേൾക്കുന്ന ദൈവമകളെ ആഴത്തിൽ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ വിഷയങ്ങൾ സമർപ്പിക്കുന്നു. സ്വർഗ്ഗം അത്ഭുതം ചെയ്യണം, ദൈവം വിടുവിക്കണം, കർത്താവ് അനുഗ്രഹിക്കണം, ദൈവം രക്ഷിക്കണം. ഏത് താഴ്ചയും ഉയർച്ചയാക്കി മാറ്റുന്ന അധികാരമുള്ള കരം ചാഞ്ഞിറങ്ങുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.